Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ലോക മട്ടനായിരുന്നു ഈ കട്ടിലില്ല ഞാൻ ചുമ്മാ ഇരുന്നാ നീ ഇളക്കേണ്ട കാര്യമില്ല വല്ല കാര്യമില്ല. തലയിടിച്ചാണ്. ഓ നിങ്ങള് അപ്പന്റെ വീട്ടുകാര്, ഞാൻ അമ്മയുടെ വീട്ടുകാര്. അല്ലല്ല, അമ്മയുടെ വീട്ടുകാരൊക്കെ എന്നെ പോലെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നടാ ഓടേന്ന് വന്നു. ഇത് പൊട്ടനായിരുന്നു ഞാൻ പറയാം. അമ്മ ശരിക്കും വേറെ യൂണിവേഴ്സിലാണെങ്കിൽ വല്ല ഒളിമ്പിക്സിലോ വല്ലതും പോകണ്ട. ഭയങ്കര ജാവലിൻ ത്രോ ഇതൊക്കെ ഭയങ്കര ഉന്നോ അമ്മയ്ക്ക്. പിച്ചാത്തിയൊക്കെ വലിച്ചെറുമ്പോ കറക്റ്റ് നമ്മൾ മാറിയിരിക്കുന്നുണ്ടാ. ഞാൻ ഒരിക്കൽ പണ്ട് എത്രാം ക്ലാസ്സിലാന്ന് അറിഞ്ഞൂടാ. ഇവരൊക്കെ ഇത്ര നന്നായിട്ട് ഇതൊക്കെ ഓർത്ത് വെക്കുമെന്ന് അറിഞ്ഞായിരുന്നു. അല്ല, അത് ഓർക്കേണ്ട കാര്യമില്ല. ആരും ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. എല്ലാ മക്കൾക്കിട്ട് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പതിയെ പറയടാ, ഞാൻ പിടിച്ചു പറയാം. അങ്ങനെ ഒരു തവണ കിടന്നിട്ട് അപ്പനെ എലി കടിച്ചില്ലേ? എലി കടിച്ച്. അപ്പം ഭയങ്കര ഗാന്ധിജിയാ. ഈ മൃഗങ്ങളെ ഇതൊന്നും ചെയ്യത്തില്ല. അമ്മ എനിക്ക് ഈ അമ്മ സ്ഥിരമായി തരുന്നൊരു ഉപദേശം എന്താ? എന്തായാലും സാധനം വാങ്ങിച്ച കുറെ 10 മുട്ട വാങ്ങിച്ചൂടാ, അതിന് പകരം കഴിക്കാലോ. മുട്ട വാങ്ങിച്ചാൽ പറയൂല. ഇത് എന്റെ വീട്ടിലുണ്ടടാ. എന്റെ വീട്ടില് മുട്ടയല്ല, വാഴപ്പഴം. അങ്കിളിനെ ഇവരെ കുറിച്ചുള്ള ഏറ്റവും നല്ല മെമ്മറി സ്കിപ്പാക്കാം. നിനക്കൊട്ടുള്ളതായതുകൊണ്ടല്ലേ, അതുകൊണ്ടാണ് നല്ല മെമ്മറി ചോദിച്ചത്. അത് സമാധാനിക്കും. ഞങ്ങളെ കുറിച്ച് ഇല്ലെന്നറിയാതാ ഇല്ലടാ. പറ, ഞങ്ങളെ കുറിച്ച് നല്ല മെമ്മറി എന്തൊക്കെയാന്ന് ഒന്നുമില്ലെന്ന് പറ. പറ, എന്തേലും പറ ഞങ്ങളെ കുറിച്ച്. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇങ്ങനെ ഉടനടി ഉത്തരങ്ങൾ എവിടെന്നാ കിട്ടുന്നതെന്ന്. ഇങ്ങനത്തെ ഒരു അപ്പനിരിക്കല്ലേ നല്ലതെന്താ പറയാ, ബ്ലാങ്ക് പറ. ഇത് തന്നെ പറയാനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ഇവിടുന്ന് പോവും. അതുകൊണ്ട് വേണ്ട. പറ, എന്തായാലും പറ ഞങ്ങളെ കൊണ്ടുള്ള ഗുണം. ഗുണമല്ല, നന്മ. അപ്പനെന്താ ഗുണം അതാണോ ചോദിച്ചത്? നല്ലൊരു ഓർമ്മ ഉണ്ടാവില്ലേ ഇവര് ആദ്യമായിട്ട് ജനിച്ചപ്പോഴോ അല്ലെങ്കിൽ ഇവര് ആദ്യമായിട്ട് നടന്നപ്പോഴോ? ലോക മട്ടനായിരുന്നു ഈ കട്ടിലില്ല. ഞാൻ ചുമ്മാ ഇരുന്നാ നീ ഇളക്കേണ്ട കാര്യമില്ല വല്ല കാര്യമില്ല. തലയിടിച്ചാണ്. ഇവിടെ ഒരു വലിയ പാട് കാണുന്നത്. അത് അതെങ്ങനെ പോയടാ? ഇതിലെ കൂടെ എഴിഞ്ഞ് നടന്ന ഞാൻ നോക്കി ചുമ്മാ അത് ഇതേ വന്ന് കേറി. ഇതില്ല ഈ തുമ്പ് അതേ വന്ന് ഇടിച്ച് നിന്നിട്ട് ഇവൻ അറിയുന്നില്ല. ഇടിച്ചിട്ട് അറിയുന്നു. എന്റെ അപ്പൊ കൊച്ചു പിള്ളേരല്ലേ? ശരിക്കും അവനൊരു ശകലം എനിക്കിട്ട് അറിഞ്ഞോ. എന്റെ ഇവൻ കുഴപ്പമില്ല. ഇവരെ പറയുന്ന എന്നെ പോലാണെന്ന് എല്ലാരോടും. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഇതെന്താന്ന് മനസ്സിലായി. ഓ നിങ്ങള് അപ്പന്റെ വീട്ടുകാര്, ഞാൻ അമ്മയുടെ വീട്ടുകാര്. അല്ലല്ല, അമ്മയുടെ വീട്ടുകാരൊക്കെ എന്നെ പോലെയാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നടാ ഓടേന്ന് വന്നു. ഇത് എന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചത്. ഒരേ സമയത്തായിരുന്നു നന്നായടാ, ഇല്ലെങ്കിൽ എന്തൊക്കെ കഥ കേൾക്കേണ്ടി വന്നേനെ. അല്ല, ഇവൻ പണ്ട് ഇച്ചിരി സ്ലോ ആയിരുന്നതാണ്. കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യായിരുന്നു. ഇവൻ വളരെ ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളു. പക്ഷെ എന്നിട്ട് ഇവൻ അത് നേടിയെടുക്കും കേട്ടോ. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു ഇവൻ കാണിച്ച് കണ്ടു കഴിയുമ്പോ ഇച്ചിരി കഴിയുമ്പോ അവനത് അതുപോലെ തന്നെ അവൻ ചെയ്യും. അല്ല, അവൻ പിരിയത്തില്ല ഇതിനകത്ത്. മറ്റേ ടൈപ്പ് വാശിയല്ല, എനിക്കിത് വേണം. ആ ടൈപ്പ് വാശിയല്ല, വാശി അതെങ്ങനെ പറയുന്ന എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ ഇവൻ താഴെ പോയി കേട്ടോ. ഇപ്പൊ വലിയ എവിടെയും നിക്കപ്പാ നീയൊക്കെ. ഞാൻ എന്റെ കൂടെ 2 വള്ളത്തിലാ നിൽക്കുന്നത്. ഇങ്ങനെ അല്ലല്ല, ശരിക്കും കണ്ടിട്ടില്ല നമ്മള് സ്റ്റേജ് കയറും ഇതൊക്കെ കണ്ടിട്ടില്ല നമ്മള്. നീ പുറത്തിരുന്നു. അപ്പന്റെ 2 കൊടിയുണ്ട്, നടുക്കൊരു ഭിത്തിയുണ്ട്. ഒരു കൈ ചെയ്യുന്ന മറ്റേ കൈ അറിയല്ലെന്നുള്ള രീതി. വെറുതെ അല്ലടാ, വരുന്നില്ല ഞാൻ തന്നെ വിളിച്ചോണ്ട് കയറ്റി. ഇങ്ങനെ ഈ ബഹളത്തിനിടയ്ക്ക് ആന്റി എങ്ങനെയാണ് എന്റെ സംയമനം കണ്ടെത്തുന്നത്? ഇപ്പൊ എനിക്ക് ഏകദേശം ഇവിടുത്തെ ഒരു ചിത്രം പിടികിട്ടി. ശബ്ദത്തിലാണ് അവള് നിൽക്കുന്നത്. നല്ല
മാക്ക്. ആണല്ലേ? അല്ല എന്നാലേ ഇവിടെ ഫുൾ ടൈം ഇവിടെ പറ്റത്തില്ല. അത് സത്യമാണ്, എനിക്ക് ചിലപ്പം മനസ്സിലാവും. വടി പ്രയോഗിക്കും. അതെ, ഈ 17 വയസ്സുള്ള പിള്ളേരെ കടിക്കാൻ 17 കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് 16 കിട്ടിയിട്ടുണ്ടെന്ന്. ഇല്ലേ? ഞാനിപ്പോ പറയും. ഉള്ള കഥ അങ്ങ് പറ. ഇത് ചുമ്മാ ഒരാവശ്യമില്ല, ചുമ്മാ വന്നിട്ട് നടിക്കുക. എന്റെ വീഡിയോ ഇരിപ്പുണ്ട്, നിങ്ങൾ ഇങ്ങനെ കുനിങ്ങി. അത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അമ്മ ഏൽപ്പിക്കുന്നത്. അല്ല, അത് അടിച്ചു തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്നെ അടിച്ചതിനാണ്. അതെ, അപ്പൊ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു, ഞാൻ വമ്പറിച്ചിരി കൊണ്ട് കാണിക്കുന്നു എടുക്കാൻ പറഞ്ഞു, ഇവനെടുത്തു. അത്രേ ഉള്ളൂ. രണ്ടുപേർക്കുണ്ട്. അതെ, അത് ജീച്ചാത്തിനോട് 2 വഴക്കുണ്ടാക്കിയതിനാ ഇവന്. ഞാൻ പറയാം, അമ്മ ശരിക്കും വേറെ യൂണിവേഴ്സിലാണെങ്കിൽ വല്ല ഒളിമ്പിക്സിലോ വല്ലതും പോണ്ട. ഭയങ്കര ജാവലിംഗ് ത്രോ ഇതൊക്കെ ഭയങ്കര ഉന്ന അമ്മയ്ക്ക്. അടിച്ചാത്തിയൊക്കെ വലിച്ചെറുമ്പോ കറക്റ്റ് നമ്മൾ മാറിയിരിക്കുന്നുണ്ടാ. ഞാൻ ഒരിക്കൽ പണ്ട് എത്രാം ക്ലാസ്സിലാന്ന് അറിഞ്ഞൂടാ, ഞാൻ പറയാം. ഞാൻ ബുക്ക് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മ കുളിക്കാൻ കയറി. ഞാൻ ഒന്ന് ശ്രദ്ധ മാറ്റി, ഞാൻ TV എന്തോ ഇരുന്ന് കാണുമായിരുന്നു. അമ്മ ഇത് കണ്ടത്, അമ്മ ഒരു ലാത്തി പോലെ ഒരു തടിയുടെ ഒരു ഇതുണ്ട്. അതല്ല ചൂരലല്ലേ? ചൂരലല്ല, ഒരു തടിയുടെ എന്താണ്ട് ഒരു ഇത്ര ഉള്ള. ഞാൻ പേടിച്ച്, എനിക്കറിയാം അടി കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ ഓടിച്ച് തോപ്പിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. ഞാൻ മതിലൊക്കെ ചാടി. ഞാൻ അപ്പനെ കുറെ വിളിച്ചു. അപ്പം കൂട്ടുകാരനെ പോലെ ആയതുകൊണ്ട് അപ്പനെ വിളിച്ചാൽ സഹായിക്കും. പക്ഷെ അപ്പം വന്നില്ല. അപ്പം വെളിയിൽ എവിടാണ്ട് പോയി. ഞാൻ 2 വെള്ളത്തിൽ ചവിട്ടിയത്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാനപ്പോ ഉടനെ ഈ അരഭിത്തി ചാടി. അമ്മയ്ക്ക് ചാടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അമ്മ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇതിട്ട് ഒറ്റ ഏറ് എന്റെ കാലിൽ കുടുങ്ങി ഞാൻ അങ്ങ് വീണ്. ഞാൻ ഇങ്ങനെ കൈ കൊപ്പി. പിന്നെ ബാക്കി അറിയാലോ എല്ലാം. എല്ലാരും പറയാം നല്ല സ്വഭാവമാണ്. അതെന്തുകൊണ്ട് എങ്ങനെയാ ഞാൻ ഇങ്ങനെയൊക്കെയാ നന്നായിട്ട് ശരിക്കും വീട്ടിൽ കുറെ മെഡലുകളൊക്കെ വരണ്ടേ. ഈ പുറകെ ഇരിക്കുന്നതൊക്കെ സത്യത്തിൽ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണല്ലേ. ആന്റി ഈ കഥകളൊക്കെ ആന്റി ഓർക്കുന്നുണ്ടായിരുന്നോ? ഇവരൊക്കെ ഇത്ര നന്നായിട്ട് ഇതൊക്കെ ഓർത്തു വെക്കുമെന്ന് അറിഞ്ഞായിരുന്നു? അല്ല, അത് ഓർക്കേണ്ട കാര്യമില്ല. കാര്യം ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അത് ഓർക്കേണ്ട കാര്യമില്ല. എല്ലാ മക്കൾക്കിട്ട് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പതിയെ പറയണ ഞാൻ തടവിയാ മതി. അതെ, ഇനി ഇങ്ങനത്തെ കഥകൾ ഇനിയുണ്ടോ? ഇല്ല ഒന്നുമില്ല. അമ്മയുടെ ഒരു ബുക്ക് എഴുതണം, 101 101 അഡബുകൾ. അല്ല, സത്യത്തില് ഇവര് വീട്ടിലുള്ളത് ഭയങ്കര സന്തോഷല്ലേ? കാരണം ഫുൾ ടൈം ഇങ്ങനെ മോള് പറയും. മോള് പറയും, ടീച്ചർ പണ്ട് ഞാൻ കടയിൽ പോകുന്നുണ്ടെ ഞാൻ ഒറ്റയ്ക്കായി. ഇളയവളും പഠിക്കാൻ പോയപ്പോ ഞാൻ ഇതുങ്ങൾ കോഴിക്കുഞ്ഞു പോലെ ഞാൻ ഫോൺ എടുക്കാൻ മുമ്പ് അവിടോട്ട് വരും. ലാൻഡ് ഫോൺ പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാടി, സന്ധ്യയായി. അമ്മ ദൈവത്തിന് നന്ദി പറയണം, അമ്മയ്ക്ക് ഇടവും വല്ലവും കിടക്കാൻ 2 ആൺപിള്ളേരെ കിട്ടിയില്ലേ. അല്ല, ഇപ്പോഴും ഇടവും വല്ലവാ, ഞങ്ങളെ കൂടല്ലാതെ മാറത്തില്ല. അല്ല, അത് ഈ നടുമുറിയില് എല്ലാരും കൂടെ മെത്ത വിരിച്ചിട്ട് കിടക്കും. തണുപ്പടിക്കുന്ന കിടക്കുന്നത്. ഇത് പഴയ വീടായോണ്ട് രാത്രി നല്ല തണുപ്പാ. ഇവിടെ കിടക്കുമ്പോ നല്ല സുഖാ. ഇവിടെ നിലത്താ ഞങ്ങള് എല്ലാ മെത്തയും. ചേച്ചിമാര് വന്നാ അവരെയും കൂടെ കിടക്കും. അതെ, എല്ലാരും ഉണ്ടാവും തന്നെ. മെത്ത കൊണ്ട് ഇവിടെ ഇട്ട് അങ്ങനെ ഒരു തവണ കിടന്നിട്ട് അപ്പനെ എലി കടിച്ചല്ലേ. എലി കടിച്ച് ലോക്ക്ഡൌണിന്റെ സമയത്ത്. അപ്പം ഭയങ്കര ഗാന്ധിജിയാ. ഈ മൃഗങ്ങളെ ഇതൊന്നും ചെയ്യത്തില്ല. അമ്മ ഒരിക്കൽ എലിയെ ഇത് പിടിച്ച് എലിപ്പെട്ടിന്ന് പിടിച്ച് അമ്മയും ചേച്ചിയും പള്ളിയിൽ പോവാന്ന് പറഞ്ഞു. അതിനെ ചൂടുവെള്ളത്തിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പൻ എന്നെ ചെയ്തെന്ന് വെച്ചാൽ പറമ്പിൽ പോയിട്ട് അതിനെ അയച്ചിട്ട് ഓടിക്ക് അവള് വരുന്നു. അവൻ ഈ എന്നാ ആന്റിയുടെ വീട്ടിൽ കോഴികളുണ്ട്. അപ്പൊ കോഴി ഒരിക്കൽ തന്നിവിടെ കറി വെക്കാൻ വേണ്ടിട്ട്. പച്ചക്കാ തന്നത്. അപ്പന് ഇതിനെ കൊല്ലണമെന്നുണ്ട്. പക്ഷെ പേടി, ഇരുട്ടത്ത ഇവനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞ്, എടാ ഞാൻ കൊല്ലാൻ പോവാ, നീ തിരിഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഗാന്ധിജിയാ. പക്ഷെ എലിയോട് ഇപ്പൊ ഭയങ്കര ശത്രുത. മറ്റേ പറക്കും തലയിക്കാത്തുള്ള അതൊരു സിനിമ സ്റ്റൈലിലായിരുന്നു. ഞാൻ അല്ല, ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴേ കടിച്ചു. രാവിലെ എഴുന്നേറ്റ് ഒരു 5 മണിയൊക്കെ, രാവിലെ അല്ല, ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ബഹളമൊക്കെ കേൾക്കുന്നു. ആ മുറിയിൽ ഈ മുറിയിൽ ലൈറ്റ് കിടക്കുന്നു. തപ്പി തപ്പി സിനിമയിലൊക്കെ എലിയെ കൊന്നേന്റെ ജനലിനകത്തൂടെ കയറി വന്ന ജനല് തുറന്നിട്ടിരിക്കല്ലേ കിടന്നത്. അത് കഴിയും അതിലും കോമഡി. അപ്പന് ഇഞ്ചക്ഷൻ പേടി.
നാണം കിടത്തും നമുക്ക് നിർത്താല്ലേ? ഓ എന്റെ മുന്നങ്ങളെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഉരുകാണ്. എന്തായാലും അങ്കിളിന് ഇവര് ഇങ്ങനെ ഇന്ന കുട്ടികളാക്കണം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മോഹങ്ങൾ ഉണ്ടായിരുന്നോ? ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അല്ല അങ്ങനെയൊന്നുമില്ല, ഇവര് പഠിപ്പിച്ചൊക്കെ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ കൂടി അങ്ങനെ പോകുമായിരുന്നു പഠിക്കാനും. അല്ല നമുക്ക് ഈ അച്ഛനമ്മമാർക്കൊക്കെ പണ്ട് മക്കളെ ഇല്ല, വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെയൊന്നും. എന്തെങ്കിലും ഇവരോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് മോഹം ഇന്നൊരു ആഗ്രഹം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടാ? അപ്പന് ഞങ്ങളെ ഇന്നതാക്കണം ഇല്ലല്ലോ, അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിള്ളേരെ വളർത്തി കേടുകളില്ലാതെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ. പിന്നെ ദൈവത്തിന്റെ നിയോഗമല്ലാതെ എന്നാ പറയാനാ, ഒരു വിധി പോലെ പറയുന്നേ. അതും ഇവന്റെ ഒക്കെ അടുത്ത് നിന്ന് വർത്താനം പറയാൻ പറ്റില്ല, അല്ലാതെ എന്നാ പറയാനാണ്. ആന്റിക്കുണ്ടോ അങ്ങനെ എന്തെങ്കിലും മോഹങ്ങള്? ഇവര് വലുതാവുമ്പോ ഇന്നതാവണം എന്നൊക്കെ ആന്റി എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അതെ, ഇപ്പൊ പറഞ്ഞു അത് തുറന്നു പറയാനുള്ള അവസരം. രാവിലെ അച്ഛനോട് അച്ഛനാകണമെന്നുള്ള അവള് പറഞ്ഞു. ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവ വേല അവരെന്ന് അവസാനം ഒരു അച്ഛൻ തന്നെ ചോദിച്ചു, അമ്മമാരൊക്കെ ലോഹ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ? അങ്ങനല്ല പറഞ്ഞ അച്ഛൻ പറയുള്ളൂ. ലോഹ ഇടണമെന്നൊന്നുമില്ല, അവനവന്റെ അനുഭവങ്ങൾ ഇപ്പൊ വേറൊരാളോട് പറയും. അത് പിന്നെ ഉരുണ്ട് കളിച്ചതാ. അങ്ങനെ എന്റെ ആഗ്രഹം. ദൈവത്തിന്റെ മക്കളായി നല്ല ഇതിൽ വളരുക, വേറൊരാൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതൊരു ദൈവിക വേല. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവൻ ഒരു ഇതുപോലെ തന്നെ ചോദിച്ചു, ആരാണ്ടോ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അച്ഛനും ആകണം. അത് സ്കൂളിൽ ഞാൻ പണ്ട് പറഞ്ഞ കാര്യം. നമ്മള് കട്ടുറുമ്പിൽ പോയത് അല്ലല്ല, കുറെ പിള്ളേര് ഡോക്ടർ, പോലീസ്. ഞാൻ ചുമ്മാ വെറൈറ്റിക്ക് അധികാര് അച്ഛനാണ് ആരും ഇതുവരെ പറഞ്ഞു. വെറൈറ്റിക്ക് ഞാൻ ചുമ്മാ. പിന്നെ അന്ന് സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഭയങ്കര ഇഷ്ടമായിരുന്നു പള്ളിയിൽ അച്ഛനാവണമെന്നൊക്കെ. ഈ ആന്റിയോട് ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഇവര് ഇവർക്കൊരു പ്രേമം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി എങ്ങനെ? അല്ല, ഞാൻ ഈ ഇടയ്ക്ക് അമ്മമാരോട് ചോദിച്ചു, ആരെ ഒരു പെണ്ണ് വന്ന് എന്നോട് ഇപ്പൊ ഇഷ്ടമാന്ന് പറഞ്ഞ നീ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെയാ ചോദിച്ചേ. ഒരു പെണ്ണ് നിന്റെ പുറകെ വന്ന് നീ എന്നെ, ഞാൻ പേടിച്ചു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പുറകിലൊക്കെ നോക്കിയാ. പറഞ്ഞു അമ്മയോട് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ മാറി എന്നെ മൊണ്ണയാണ്. ഞാൻ പറഞ്ഞു അപ്പൊ വല്ലതും പറഞ്ഞ എന്നെ കടിച്ചു തിന്നേനെ. സത്യം നീയാണ് എന്ത് പറഞ്ഞു അമ്മയോട്? ഞാനാണേലും അത് പറഞ്ഞ അമ്മയോട് ഇഷ്ടം പോലെ അതേ പറയത്തുള്ളു. പക്ഷെ അതേ പറയത്തുള്ളു. അതേ ഉള്ളു. ഇവര് നിങ്ങളുടെ ഈ വളർച്ചയിലൊക്കെ ഭയങ്കര അസൂയുള്ള ആൾക്കാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉമ്മാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഞാൻ എന്തേലും പറഞ്ഞാൽ തന്നെ പറയാം അമ്മ അത് വിട് വിട് വിട്, അങ്ങനൊന്നും പറയില്ല. അതുപോലെ അവരെ കുറിച്ച് എന്തേലും നമ്മൾ ആരോടെങ്കിലും ഇപ്പം അമ്മമാരങ്ങനെയാ അമ്മമാരത് ഇങ്ങനെ, അമ്മ അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾ അങ്ങനെയുള്ള പിള്ളേരല്ല, അവർക്ക് ഇഷ്ടമില്ല പൊങ്ങച്ചം പറയുക. ശരി, അങ്ങനെ ഇഷ്ടം. സ്കൂളിലൊക്കെ നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റീസ് ആണോ? സ്കൂളിൽ പോവാൻ സമയം കിട്ടുന്നുണ്ടോ അറിയില്ല, എന്നാലും അവിടെ അങ്ങനൊന്നും ഇല്ല. ആദ്യമേ ഉണ്ടായിരുന്നു. ഈ ഞങ്ങൾ 9ാം ക്ലാസ്സിലായി ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ വന്നത്, സ്റ്റേറ്റ് MD സെമിനാരി എന്ന് പറയുന്നത്. അത്ര നാളും 8ാം ക്ലാസ് വരെ CBSE ആയിരുന്നു. അത്ര നാളും അവിടെ CBSEയിൽ അത്ര പിള്ളേർക്കൊന്നും അത്ര വലിയ സാധാ ഇതുപോലെ കാര്യം അവിടെ നിന്നാണല്ലോ വന്നത്. ഇതിപ്പോ സ്കൂള് മാറി വന്നപ്പോഴേ എല്ലാവർക്കും ഭയങ്കര ഇത്. സ്കൂളിലെ കുറേമാരുണ്ടല്ലേ ഈ വലിയ പേടിക്കുന്ന കുറേമാര്, ഞങ്ങളുടെ ക്ലാസ്സിലും ഒക്കെ ഉണ്ട്. അമ്മമാരൊക്കെ ഭയങ്കര വിലയായി ഞങ്ങളെ. പിന്നെ നോർമലായി, പക്ഷെ ഒരു വിലയുണ്ട് ഞങ്ങൾ. പിന്നെ നിങ്ങളിപ്പോ ക്ലാസ്സിൽ ഇല്ലെങ്കിലും ഒക്കെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുമായിരിക്കും അല്ലേ? എല്ലാ പേപ്പർ എല്ലാ നോട്ട്സും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരിക, എഴുതി തരിക. കൂട്ടുകാരുണ്ട്, അവന്മാരെല്ലാം ഫോണിൽ തന്നെ അയച്ചു തരും നോട്ട്സ്. സമയമുണ്ട് റൂമിൽ പോയിരുന്നു വിലയില്ല. ഇപ്പൊ അങ്ങനെ വിലയില്ല, പക്ഷെ വിലയില്ല നല്ലത്. പക്ഷെ കൂട്ടുകാരന്മാരെ പോലെ അടിയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. വലിയ നീ ആരാടാന്നൊക്കെ പറഞ്ഞ അടിയൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ചേച്ചിമാരെ നിങ്ങൾക്ക് സത്യത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ? ഇത് പണ്ട് ഭയങ്കര ഇതായിരുന്നു കൊച്ചിലെ. അവര് ഇതൊക്കെ ഇങ്ങനെയാണല്ലോ, കുറച്ച് കഴിയുമ്പോ വരും. ഇവര് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മൂത്തവളെ കെട്ടിച്ചു വിട്ടു. ഇളയ അവള് ഇവിടെ ഉണ്ട്. പിന്നെ അവളും പഠിക്കാൻ പോയി. പിന്നെ എത്ര വയസ്സായപ്പോ? പിന്നെ ഞങ്ങൾ 8ാം ക്ലാസ്സിലായിരുന്നപ്പോ ഇളയ ചേച്ചി കെട്ടിച്ചു. 8ാം ക്ലാസ്സിൽ കെട്ടിച്ചു വിട്ടോ? രണ്ടാമത്തെ ചേച്ചി. ഇവന്മാരെ 8ലായിരുന്നു. അപ്പത്തേക്കും
8ാം ക്ലാസ് ആയിരുന്നു കെട്ടിച്ചിട്ടത്. ആ അതന്നെ ഞാൻ വിചാരിച്ചു പഠിക്കാൻ പോയതാന്ന് യുകിക്ക്, അതുകൊണ്ട്. സങ്കടമൊന്നുമില്ല, പക്ഷെ അവര് വരുമ്പോ സന്തോഷമായിരിക്കും എല്ലാരും. ആ ഒരു സമയത്ത് സങ്കടം ഉണ്ടായിരുന്നു, പോയല്ലേ. അവര് വന്നിട്ട് പോകുമ്പോ ഒരു സങ്കടം പോകും, പക്ഷെ വരും. ആണ് അങ്ങനെ. ഏതായാലും പക്ഷെ ഇത്രയും കുട്ടികളൊക്കെ ഉള്ള ഒരു വലിയ ഫാമിലി എന്നൊക്കെ പറയുന്നത് ആന്റി ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചായിരുന്നോ? കുറെ കുട്ടികളൊക്കെ വേണം? ഇല്ല. ആണോ? ഇല്ല. ആന്റിയുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഈ ആന്റി ഇങ്ങനെ അല്ല ഗൈസ്, ഇത് ക്യാമറ ഓൺ ചെയ്തതിന്റെ പ്രശ്നങ്ങളാണ് ഗൈസ്. ഇതിന് മുൻപ് വരെ എന്തായിരുന്നു ഇവിടുത്തെ പെർഫോമൻസ്? നല്ലൊരു നീനെ ഞാൻ ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നല്ലോടാ. അതായിരുന്നു ഇത് പറയുന്നതാരാ? അങ്കിളിന്റെ ആഗ്രഹം എന്തായിരുന്നു? ഇങ്ങനെ കുറെ കുട്ടികൾ വേണം അങ്ങനെയൊക്കെ ആയിരുന്നോ? എനിക്ക് പിള്ളേർ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇവിടെ ഒത്തിരി പിള്ളേർ ഉള്ളത്. ഇവിടെ ഞങ്ങൾക്ക് കഴിഞ്ഞ് ഭയങ്കര കുടുംബ വീടായിരുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ഏറ്റവും ഈ ജനറേഷനിലെ ഏറ്റവും ലേറ്റ് ആയിട്ട് വന്ന കുഞ്ഞു പിള്ളേര് ഞങ്ങളാ. അപ്പൊ ഞങ്ങൾക്ക് അവരുടെ കൂടെ ഞങ്ങളുടെ കസിൻ ചേട്ടന്മാർക്ക് വരെ പിള്ളേരുണ്ട്, അവര് ഞങ്ങളെക്കാളും മൂത്തയാ. അത് ആ സമയത്ത് ഫാമിലി ഫോട്ടോ കണ്ടാലും അറിയാം, അവര് കുടുംബ വീടും ഇവിടെ എല്ലാ ആളായിരുന്നു. താഴെ ക്രിസ്മസ് ഓണം ഒക്കെ വരുമ്പം മക്കളാ, 4 ആണും 4 പെണ്ണും. എല്ലാരും വരുമായിരിക്കും അല്ലേ? അവരുടെ പിള്ളേര്. ആ കഥയൊക്കെ എപ്പോഴും പറയുമ്പോ സങ്കടമാകും. അത് പറയുമ്പോ ഞങ്ങക്ക് സങ്കടം. ആ കാലത്ത് ജനിക്കുകയായിരുന്നെങ്കിൽ. കാര്യം ഒന്നാമത് ഇപ്പൊ ടൗണിലാ, ഇവിടെ അധികം കൂട്ടുകാര്. അത് ശരിയാ. പിന്നെ നിങ്ങളിവിടെ അധിക സമയം ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പറയട്ടെ, അവരുടെ സാധാരണ എല്ലാ കുട്ടികളും ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് എറണാകുളത്തേക്ക് പോകണം, സിറ്റിയിലേക്ക് മാറണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ളതായിരിക്കും. ഈ 2 ആൾക്കാർക്കും ഇവരുടെ വീട് മതി, ഇതാണ് ഏറ്റവും സന്തോഷം, അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള 2 പേരാണ്. ഞങ്ങളെപ്പോഴും പറയാം എറണാകുളത്ത് ഒരു വീട് മേടിക്കണം, അങ്ങനെ അതിനാന്നുണ്ടെ പറയാം. ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് കോട്ടയത്ത് മതി. അതാണ്. അപ്പൊ നിങ്ങളെ എന്തായാലും ഈ ഒരു സന്തോഷവും ഈ ഒരു അച്ഛനും അമ്മേനെ ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റുക പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. നിങ്ങളാണെങ്കിൽ ഫ്രണ്ട്സും അല്ല, ഫ്രണ്ട്സായി നിവൃത്തിയില്ലാതായതാ. അങ്ങനത്തെ ഈ ഒരു എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പും ഈ ഒരു ജോയ്ഫുൾനെസ്സും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Krishna Leela, Joy Alucas, world's favorite jeweler.